ഈ കാലഘട്ടത്തിൽ പറയാനുള്ള ഒരു മുന്നറിയിപ്പ് കഥയുമായി ഇങ്ങനെയും ഒരമ്മ ഹ്രസ്വ ചിത്രം ശ്രദ്ധേയമാവുകയാണ്. ആൽഫ സിനിമാസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹസീന നസർ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം നസർ അഷ്റഫാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സംവിധായകൻ നസറും പ്രൊഡ്യൂസ് ചെയ്ത ഹസീനയുമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം രണ്ടുപേർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇങ്ങനെയും ഒരു അമ്മ. പ്രമേയത്തെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ പിഡോഫൈൽ എന്നുള്ള വാക്ക്, ആ വാക്ക് അപ്രസക്തമായ മിക്കവർക്കും ഫെമിലിയർ അല്ലെങ്കിൽ പോലും, പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ മിക്കവർക്കും ഫെമിലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളിലാണെങ്കിലും ഈവൻ ന്യൂസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് കുട്ടികളെ ചൈൽഡ് അബ്യൂസ്മെൻറ്റ് എന്നുള്ളൊരു ബേസ്. അപ്പോൾ ജെയ്നി ആണ് ഇതിൻ്റെ റൈറ്റർ. ജെയ്നി എഴുതിയൊരു ബ്ലോഗിൽ നിന്നാണ് ഇങ്ങനെയൊരമ്മ തന്നെയാണ് ജെയ്നിയുടെ ബ്ലോഗ്. അത് വായിക്കാൻ ഇടയായി. അപ്പോൾ അതൊരു വിഷ്വലൈസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ തുടങ്ങിയതാണ് ഇങ്ങനെയും ഒരു അമ്മയുടെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു അമ്മയുടെ ഒരു സ്റ്റാർട്ടിങ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കോമഡി ബേസ് ചെയ്ത് അല്ലെങ്കിൽ റൊമാൻസ് ഇതിലൊക്കെ ആയിരിക്കും ഇപ്പോൾ എല്ലാവരും തന്നെ ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ശരിയാണ്. അപ്പോൾ നമ്മൾ അമ്മ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കും. ഇങ്ങനെയും ഒരു അമ്മ, രണ്ട് ടോണിൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയും ഒരമ്മ, ഇങ്ങനെ ഒരമ്മ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് ടോണിലിത് സംസാരിക്കാൻ പറ്റും. ഈ ടൈറ്റിൽ രണ്ട് തരത്തിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയും ഒരു അമ്മ ഉണ്ടോ? ഇങ്ങനെയും ഒരു അമ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മ ഉണ്ടാവാതിരിക്കട്ടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഒരു അങ്ങനെയാണ് തൻ്റെ മകനെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരമ്മയുടെ വേദന. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് സ്നേഹനിധിയായിട്ടൊരമ്മ, അല്ലെങ്കിൽ തൻ്റെ മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അമ്മയാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ചില സാഹചര്യങ്ങളാണ് ഒരമ്മേനെ ഇങ്ങനെ ഒരമ്മ ആക്കുന്നത്. അതെ, തീർച്ചയായും. അതെ, സംസാരിക്കാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പ്രമേയം കൂടി ആയതുകൊണ്ടാണ് ഇത് ചിത്രീകരിക്കാനും. ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്താണോ എടുത്തത്? ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്ത് ഇതേപോലെ ഒരു ഇൻസിഡൻസ് ഞങ്ങൾ മാതൃഭൂമിയിൽ വായിക്കാനായിട്ട് ഇടയായി. അത് ഞങ്ങൾ ഒരു സംസാര വിഷയമാവുകയും ചെയ്തു. നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ട്രൂ ഇൻസിഡൻറ്റ്, സ്വന്തം മകനെ അമ്മ കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നത്, ഇറ്റ്സ് ടു സാഡ്. അതെ, തീർച്ചയായും. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്വാധീനം. നമ്മളെല്ലാവരുടെയും, നമ്മളെ ഇവിടെ ആരായാലും ഏതൊരു വ്യക്തിയായാലും നമ്മൾ ഏതൊരു പൊസിഷനിൽ എവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതെ, തീർച്ചയായും അച്ഛനേക്കാൾ കൂടുതൽ നമ്മളെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളത് അമ്മ എന്നൊരു ഫാക്ടർ മാത്രമാണ്. അതിപ്പോൾ ഞാനായാലും നസർ സാറാണെങ്കിലും അതുപോലെ ഹസീന മാം ആണെങ്കിലും ആരാണെങ്കിലും തന്നെ അതെ, നമ്മുടെ എല്ലാവരുടെയും ഇന്നേ വരെ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അമ്മയാണ്. ആ മകനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് അത്രയും വലിയൊരു റീസണിൻ്റെ ബേസിലായിരിക്കാം. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനൊരു ക്യാൻസറായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോഗ് മിക്കവരും ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. ആ ബ്ലോഗിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് നമ്മൾ വിഷ്വലൈസ് ചെയ്തപ്പോൾ നമ്മൾ ആ കഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഒരു സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും പ്രമേയം ആ ബ്ലോഗ് സെയിം തന്നെയാണത്, ജെനിയുടെ സെയിം സ്റ്റോറി തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർക്കത് കൂടുതൽ പേര് ഇത് വാട്സപ്പിലൂടെ അല്ലെങ്കിലും ഫേസ്ബുക്കിലൂടെ ഇല്ലെങ്കിൽ ജെനിയുടെ ഈ സ്റ്റോറി മിക്കവരിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഏജ് കാറ്റഗറി, ഇതൊരു യൂത്ത് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. ബട്ട് ഒരു 25+ ആയിട്ടുള്ള അല്ലെങ്കിൽ 30 ആയിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നല്ലൊരു അറിയപ്പെടേണ്ട ഒരു ഇതായിരുന്നു. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ കോമഡി അല്ലെങ്കിൽ റൊമാൻസാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. ഒരു സാമൂഹ്യ പ്രസക്തിയായിട്ടുള്ള ഷോർട്ട് ഫിലിമിൽ വളരെ അപൂർവമാണ്. ഉണ്ടാവുന്നില്ല എന്നല്ല, ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വളരെ നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതും കൂടിയാണ്.
എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരാളത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇരിക്കുന്നു എന്ന് തോന്നിയാൽ അത് എൻ്റെ വിജയമായിട്ടാണ് എനിക്ക്. തീർച്ചയായും ഒരു സോഷ്യൽ റെലവൻ്റ് ആയ ഒരു വിഷയം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാഷനാണ്. ശരിക്കും പ്രൊഫഷൻ എന്താണ് ശരിക്കും? ഞാൻ ബേസിക്കലി എൻജിനീയറാണ്. ദുബായിലായിരുന്നു ഒരു 4-5 വർഷം. പിന്നെ ചെറുപ്പം മുതൽ സിനിമ എന്നുള്ളൊരു പാഷനായിരുന്നു. പണ്ട് അഭിനയമാണ് പാഷനായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഒരുപാട് മൂവീസ് വാച്ച് ചെയ്യും. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം. അങ്ങനെയാണ് ഡയറക്ഷൻ സൈഡിലോട്ട് എനിക്ക് താല്പര്യം തോന്നിയതും. പിന്നെ നമ്മൾ ഫാമിലി ഫ്രണ്ട് സിദ്ദിഖ് സർ, ഡയറക്ടർ സിദ്ദിഖ് സർ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അതും ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു ഡയറക്ഷൻ സൈഡിലോട്ടുള്ള. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഫിലിം ഫീൽഡായിട്ട് ഉള്ളവർ തന്നെയാണ്. ഇപ്പോൾ സുധീർ ബാബു എന്നുള്ള DOP ചെയ്ത ക്യാമറ സുധീർ ബാബു, പുള്ളി ഓൾമോസ്റ്റ് 20 മെഗാ സീരിയൽ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സ്ത്രീ തുടങ്ങി മിന്നുകെട്ട് വരെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമുക്ക് അണിയറ എന്തായാലും നമുക്ക് അറിയണം. അതിനു മുമ്പ് ഹസീന ഫാഷൻ ഡിസൈനറാണ്. കൂടാതെ 2 പേരും ദുബായിലായിരുന്നു, അവിടെ സെറ്റിൽഡ് ആയിരുന്നു. എങ്ങനെയാണ് ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പാഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഡയറക്ഷനോടാണ് താല്പര്യം എന്നുള്ളൊരു പാഷൻ, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഭർത്താവിൻ്റെ പാഷനൊപ്പം നിൽക്കുക എന്നുള്ളത് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഇക്കാൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇക്കാക്ക് ഫിലിം കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ ഇങ്ങനെ ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അറിയാം, ഒരുപാട് ഫിലിം കാണുന്ന കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ അധികം ഫിലിം കാണുന്നില്ല. പിന്നെ ഇക്കാൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇങ്ങനെ ഫിലിംസ് ഒരുപാട് തീരെ മിസ് ചെയ്യാണ്ട് കാണുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്ന ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഒരു ഇതുപോലെ തന്നെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം വേണം. അല്ലാതെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കോമഡി, റൊമാൻസ് അങ്ങനെയൊന്നും വേണ്ട. ഒരു സോഷ്യൽ റെലവൻ്റ് ആയി എല്ലാവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതെ, എല്ലാവരും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്താൽ അത്ര ഇമ്പോർട്ടൻസ് കിട്ടില്ല. ഇതാകുമ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നതും, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു അമ്മ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല. പക്ഷേ അവരുടെ അതിൽ ക്യാരക്ടർ അവരുടെ മകൻ ചെയ്ത നമ്മുടെ എബിയിലൂടെ ജീനാമ എന്ന ക്യാരക്ടറിലൂടെ മായയാണ് മെയിൻ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ആ മായയുടെ അല്ലെങ്കിൽ മായ എന്തുകൊണ്ടാണ് മകനെ കൊല്ലാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വേഗം വരാം. ശരി. സഞ്ജു, ഇത് കുടിക്ക്. എനിക്കിപ്പൊന്നും വേണ്ട. സഞ്ജു, നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. നീ ഇത് കുടിച്ചേ മതിയാവൂ. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട പാലടയാ. കുടിക്ക്. ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന അർബുദമായി മാറാതിരിക്കാൻ അവനെ ഇല്ലാതാക്കുക മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള പോംവഴി. അതിൻ്റെ പ്രമേയമല്ല എന്തായാലും പ്ലേ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ക്ലൈമാക്സ് സീനാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അയൽവക്കത്തുള്ള വീട്ടിലെ മകൻ അബ്യൂസ് ചെയ്ത ഒരു കഥ തന്നെയാണ്. അപ്പോൾ അതിനെ ആ ടൈറ്റിൽ ചെയ്തിരിക്കുന്ന മായ. എന്താ മീര, എന്തിനാ കരയുന്നേ? എന്താ? വാ വാ മോളെ, ചോദിക്കട്ടെ. വാ വാ മീര, എന്താ മീര? ഇരിക്കേ. അവർ പോലും സുരക്ഷിതമല്ല എന്ന് തോന്നിപ്പോകുന്നൊരു നിമിഷമുണ്ട്. ഹസീന, അണിയറ വിശേഷങ്ങൾ ഹസീനയോട് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം മായ നമുക്കെല്ലാവർക്കും എബിയിലൂടെ നല്ല ക്യാരക്ടർ ചെയ്ത മായയാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ DOP ചെയ്തിട്ടുള്ളതും അതെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അണിയറ വിശേഷങ്ങളെന്ന് പറയാം. എല്ലാവരും പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ ക്രൂവും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ ആക്ച്വലി 3 ദിവസമായിരുന്നു ഷൂട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ദിവസം കൂടുതൽ എടുക്കേണ്ടി വന്നു. അത് ലേറ്റ് നൈറ്റൊക്കെ പോയി, 3 മണിക്കൊക്കെ ഷൂട്ട് നടന്നപ്പോഴും ആരും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവരും നല്ല
സപ്പോർട്ടിൽ നിന്നും അയച്ചി ആണെങ്കിലും രാമേട്ടൻ, ഡിസ്നി, എല്ലാവരും എല്ലാവരും നന്നായിട്ട് ഇപ്പോൾ പ്രൊഡക്ഷനിലുള്ളവരാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊക്കെ രാത്രി 3 മണിക്കൊക്കെ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അവരെല്ലാം നന്നായിട്ട് നോക്കി. മേക്കപ്പ് മാൻ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ശരിക്കും നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് ഇപ്പോഴും എല്ലാവരും നല്ല സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ആർക്കും ലോഞ്ച് കഴിഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞത് അതാണ്, ഗ്രൂപ്പ് കളയരുത്, നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. എല്ലാവരും നല്ലൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. ഹസീന എന്തായാലും എല്ലാ ഭാര്യമാർക്കും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്, വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഭർത്താവിൻ്റെ പാഷനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനോടൊപ്പം തൻ്റെ പാഷന് നിൽക്കുന്ന ഒരു ഭാര്യയെ കിട്ടുക എന്നുള്ളതാണ് അതിലും വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ളത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചെയ്യില്ല, വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബട്ട് തീർച്ചയായിട്ടും ഉള്ള സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഫാമിലിയിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇക്കാടെ ഫാമിലി ആണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ പ്രൊഫഷൻ വേറെ ആണെങ്കിൽ നമ്മുടെ പാഷൻ ഇതാണെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് മിക്ക ഭാര്യമാരും സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വിജയിക്കുന്ന വലിയ ഉറപ്പൊക്കെ ഉണ്ടോ, അപ്പോൾ എന്തിനാ ഇതിലേക്കൊക്കെ പോകുന്നത്? അങ്ങനെയൊക്കെയാണ് എല്ലാ ഭാര്യമാരും തന്നെ ചിന്തിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇത് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഹസീന. ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ പാഷനും കൂടെ നിൽക്കട്ടെ. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു ക്ലൈമാക്സ് സീനുമായിട്ട്. കാരണം വെച്ചാൽ വളരെ ഇതൊരു ടൈം ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇപ്പോൾ ഡിനു ഡെന്നിസ്, കല്ലു ഡെന്നിസ് സാറിൻ്റെ. ഇപ്പോൾ കല്ലു ഡെന്നിസ് സാറും അതിനകത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വളരെയധികം. അപ്പോൾ ഡിനു ആണ് എൻ്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടാണ്, ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഡിനു. അപ്പോൾ ഡിനുവും ഹെൽപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 hour ലെങ്ത് വന്നു. പിന്നെ അത് കട്ട് ഡൗൺ ചെയ്ത് പ്രിസൈസ് ആക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഇതായിരുന്നു. ഇതിൻ്റെ ഇത് ചോർന്ന് പോവാതെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജും ആ ഒരു ഫീലിങ്ങും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് കട്ട് ഡൗൺ അല്ലെങ്കിൽ ഇത് ചെറുതാക്കുക, പ്രിസൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു അജണ്ട എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പ്രിസൈസ് ആക്കിയപ്പോൾ എന്താ പറയുക, നമുക്കൊരു സീൻ പോലും നമുക്ക് കളയാതെ കണ്ടാൽ മാത്രമേ അതൊരു കറക്റ്റൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന് അത് മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഒരുപാട് ഉള്ളി തട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. തീർച്ചയായിട്ടും ബീജിയം ചെയ്തിരിക്കുന്നത് വിശ്വജിത്താണ്. നമ്മുടെ ഫുക്രി അതുപോലെ തന്നെ റേസ്, ഇതിൻ്റെ എല്ലാം മ്യൂസിക് ഡയറക്ടറാണ് വിശ്വജിത്ത്. ഇതിൽ ഫിലിം ഫീൽഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാവരും, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സുധീരേട്ടൻ ഓൾമോസ്റ്റ് 20 മെഗാ സീരിയൽ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് മൂവീസ് ഇപ്പോൾ ആദ്യമായിട്ടാണ് പുള്ളി തമിഴ് മൂവീസ് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഒന്ന് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡിനു ഡെന്നീസ് ആണെങ്കിലും 2-3 ഫിലിമിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരാളാണ്, എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ വിശ്വജിത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഫുക്രി ഇപ്പോൾ ക്യാപ്റ്റൻ്റെ മ്യൂസിക് ഡയറക്ടർ വിശ്വജിത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു ആക്ച്വലി ഞങ്ങളൊരു സോങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൗസ അബൂബക്കറാണ് അതിൻ്റെ ലിറിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊരു പ്രൊമോ പോലെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് ഇതിനകത്ത് വല്ലാതൊരു ഫാക്ടറാണ്. എന്താണെന്ന് വെച്ചാൽ ആശിഷാണ് നമ്മുടെ സേറാബാനിയോടൊക്കെ സ്പോട്ട് എഡിറ്ററാണ് ആശിഷ്. ഞാൻ നിയോ ഫിലിം സ്കൂളിലാണ് ഞാൻ ഡയറക്ഷൻ പഠിച്ചത്. അപ്പോൾ നിയം ഫിലിം സ്കൂളിൽ നിന്നുള്ളൊരു കോണ്ടാക്ട് തന്നെയാണ് ആശിഷും ഒരുപാട് ഇപ്പോൾ പടത്തിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ആശിഷ് വന്നിട്ട് എനിക്ക് എഡിറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഞങ്ങൾ കുറച്ച് ടൈം ഡിലേസ് വന്നിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതൊരു റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും. ഇപ്പോൾ വിശ്വജിത്തിൻ്റെ തിരക്കും മ്യൂസിക്കും അതെല്ലാം കൂടി ഒരു റീവർക്കും കാര്യങ്ങളെല്ലാം കൂടി മാക്സിമം പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. എല്ലാവരും അതെ നന്നായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ വലിയൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളുടെ കാസ്റ്റിങ്ങിൽ വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ മായേച്ചി, അതുപോലെ തന്നെ ഡിസ്നി ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഹീറോ തന്നെയാണ്, ഷോർട്ട് ഫിലിംസിൻ്റെ ഹീറോ ആണെന്ന് തന്നെ പറയാം. കാരണം ഡിസ്നി ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ആക്ടറാണ്.
പിന്നെ രാമേട്ടൻ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്ത രാമേട്ടനാണെങ്കിൽ ഇപ്പോൾ ഇത് ഷെഫ് എന്ന് പറഞ്ഞിട്ട് സൈഫ് അലി ഖാൻ്റെ ഒപ്പം യാ കാരണം വെച്ചാൽ ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മൾ നല്ല ആക്ച്വലി എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അവർക്കറിയാം, എങ്കിൽ പോലും അവർ അതിനോടൊപ്പം നിന്ന് എല്ലാവരും അവരുടെ സപ്പോർട്ടും. ഇപ്പോൾ സാധിക്കുകയാണെങ്കിലും തീരെ ടൈം ഉണ്ടായിരുന്നില്ല ആൾക്ക്, അടുത്ത ഷൂട്ടിന് ടൈം കൊടുത്തോണ്ട് ഉച്ചയ്ക്ക് എത്താൻ പറഞ്ഞിട്ട് നേരത്തെ എത്തി, ലേറ്റ് ആവുമെന്ന് പറഞ്ഞെങ്കിലും ഒട്ടും ഇതാവാണ്ട് നിന്ന് നമ്മുടെ കൂടെ നിന്ന് ചെയ്തു. നമ്മൾ ചെറിയ പ്രായത്തിലെ അമ്മമാരെ മക്കളെ ശ്രദ്ധിക്കുള്ളൂ, വലുതായി കഴിയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. എല്ലാ അമ്മമാരും എല്ലാ പ്രായത്തിലും മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള വലിയൊരു സന്ദേശം തന്നെയാണ് എല്ലാ അമ്മമാരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. നമ്മളുടെ തൊട്ട അയൽവക്കമാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് നമുക്ക് കണ്ണിലുള്ളവർ തൊട്ടടുത്താണെങ്കിൽ പോലും ഇങ്ങനെയും ചിലർ നമ്മളുടെ ഇടയിലുണ്ട്. സോ ദാറ്റ് വി ഷുഡ് ബിവെയർ ഓഫ് ദം. ഒരു നേരെ കണ്ടാൽ നമുക്ക് അത് വരെ തിരിച്ചറിയാനും കൂടി നമുക്ക് സാധിക്കില്ല. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രോബ്ലം. ബട്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കുട്ടികളായിരിക്കും അമ്മമാരെല്ലാം അങ്ങോട്ട് പോകില്ലേ, തീ തൊടല്ലേ, അല്ലെങ്കിൽ അവർ കൂടുതൽ കെയറിങ് ആണ് ചെറുപ്പം വരുന്നത്. വലുതാകുമ്പോൾ ആ കെയറിങ് അവർക്കതൊരു അരോചകമായിട്ട് മക്കൾക്ക് പലർക്കും തോന്നാറുണ്ട്. അമ്മയുടെ ഒരു കെയറിങ് അരോചകമായിട്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഇങ്ങനെയും ഒരമ്മ വലിയൊരു വിജയമാകട്ടെ. ഇപ്പോൾ എന്തായാലും യൂട്യൂബിൽ ഒരുമാതിരി എനിക്ക് തോന്നുന്നു നല്ല വ്യൂസ് ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല കമൻസ് ഉണ്ട് താഴെ, ഞാനും കണ്ടു ഒത്തിരി നല്ല കമൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നല്ല ഹ്രസ്വചിത്രമായിട്ട് ഇനിയും വരിക. വലിയ പാഷൻ എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. ഇതുപോലെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയമായി സിനിമയിലേക്ക് കടന്നു വരിക. അപ്പോൾ വളരെയധികം നന്ദി ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. എൻ്റെ ക്രൂ മെമ്പേഴ്സ് അണിയറ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഇനിയും നേരത്തെ പറഞ്ഞ പോലെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയമൊക്കെ ആയിട്ട് ഹ്രസ്വചിത്രമായിട്ട് വരിക. വളരെയധികം നന്ദി മോർണിംഗ് റിപ്പോർട്ടറിൽ അദ്ദേഹത്തിന്. താങ്ക് യു. ഇങ്ങനെയും ഒരമ്മ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ സംവിധായകൻ നെസറും അതുപോലെ പ്രൊഡ്യൂസറായ ഹസീനയും നെസറിൻ്റെ തന്നെ ഭാര്യയായ ഹസീനയും പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളും എല്ലാമായി മോർണിംഗ് റിപ്പോർട്ടർ നാളെ കാണാം.